ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരാനുള്ള ക്യാഷ് പണി ചെയ്ത് തീർത്തിട്ട് തരാമെന്ന് വരുൺ പറയുന്നുണ്ടെങ്കിലും സുനി അതിന് സമ്മതിക്കുന്നില്ല. കാശ് തന്നാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുള്ളൂ എന്നുള്ള നിലപാടിലാണ് സുനി. വരുൺ അയാളോട് പിന്നെയും പറയുന്നുണ്ട്, ഞാനങ്ങനെ പറ്റിക്കുന്ന ആളൊന്നും അല്ല സുനി, ഞാൻ നല്ല സത്യസന്ധനാ. ഇല്ലെങ്കിൽ കൺമണിയോട് ചോദിച്ചു നോക്ക്. അല്ലേ കൺമണി? കൺമണിയാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണല്ലോ. പോടാ കള്ളാന്ന് തിരിച്ചു വിളിക്കുകയാണ് വരുണിനെ. എന്തായാലും അതോടുകൂടി സുനിയുടെ മട്ടും ഭാവമൊക്കെ മാറുന്നുണ്ട്. കാശ് എടുക്കാൻ തന്നെ പറഞ്ഞ് അയാള് വരുണിനെ വിരട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പോകാനുള്ളതാ. കാശ് തന്നില്ലെങ്കിൽ ഇവരെ രണ്ടെണ്ണത്തിനെ തിരിച്ചുവിടും. എന്നിട്ട് നിന്നെ ഇവിടെ കെട്ടിയിട്ട് കൈയും കാലും ഒടിക്കും ഞാൻ. അപ്പൊ വരുൺ തിരിച്ചു പറയുന്നുണ്ട്, അതെ, എന്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് കൊതി തീർന്നവനാ ഞാൻ. ഇവരോട് ചോദിച്ചാൽ മതി. ഒടിയാൻ ഇനി എല്ല് ബാക്കിയുണ്ടായിട്ട് വേണ്ടേ ഇയാൾക്ക് ഒടിക്കാൻ. തുടർന്ന് സുനിയാണെങ്കിൽ തന്റെ കത്തിയൊക്കെ കാട്ടി വരുണിനെ വിരട്ടുന്നുണ്ട്. അപ്പൊ നിനക്ക് തരാനുള്ള ഭാവമൊന്നും ഇല്ലല്ലേ? വരുണാണെങ്കിൽ രഹസ്യമായി സുനിയോട് പറയുന്നുണ്ട്, ദയവ് ഇതൊന്ന് അടങ്ങ് പ്ലീസ്. ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തല്ലേ. ഞാൻ നിങ്ങളോട് ഉടക്കിയതൊന്നുമല്ല, ഇവരുടെ മുന്നിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്തതാ. ഇതിനിടയിൽ വിശ്വേട്ടനാണെങ്കിലും ഗുണ്ടകളോട് വിളിച്ച് പറയുന്നുണ്ട്, ഈ വരുണിനെ വിശ്വസിക്കരുത്, ഇവൻ പക്ക ഫ്രോഡാണെന്നൊക്കെ. അത് കേട്ട് വരുൺ വേഗം ചെന്ന് വിശ്വേട്ടനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സുനി വേഗം വരുണിനെ പിടിച്ച് കാശ് എടുക്കാൻ തന്നെ പറഞ്ഞ് വിരട്ടി നിർത്തുകയാണ്. ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് വരുൺ പറയുന്നുണ്ടെങ്കിലും ഇവിടെ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ടൗണിലേക്ക് പോവാം, അവിടെ റേഞ്ച് കാണുമല്ലോ. അങ്ങനെ വരുണിനോട് പോയിട്ട് ടൗണിൽ പോയി കാശ് എടുത്തുകൊണ്ട് വരാൻ ആജ്ഞാപിക്കുകയാണ് സുനി. വരുണാണെങ്കിലും ഗത്യന്തരമില്ലാതെ പിന്നീട് അതിന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ടൗണിൽ പോയി കാശ് എടുത്തു വരാം, പിന്നെ ഇവരെ ഒന്ന് സൂക്ഷിച്ചോണേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിലുള്ള ഒരു ഗുണ്ടയോടൊപ്പം വരുൺ ടൗണിലേക്ക് പോകുന്നു. ഇതിനിടയിൽ കൃഷി രഹസ്യമായിട്ട് വിശ്വനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് കാർഡാണെന്ന് അറിയാമോന്ന്. അറിയില്ലെന്നാണ് വിശ്വേട്ടൻ പറയുന്നത്. അവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് കൺമണിയും കൃഷ്ണനോട് പറയുന്നുണ്ട്. കൃഷാണെങ്കിൽ എന്താണ് അതിനൊരു മാർഗമെന്ന് ആലോചിച്ച് നിൽക്കുന്നു. സാഗർ ആണെങ്കിൽ കൃഷിന്റെയും കൺമണിയുടെയും ഫോണുകളിലേക്ക് മാറി മാറി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നിരാശപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സുജാത വന്നിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി? സാഗർ സുജാതയെ അറിയിക്കുന്നുണ്ട്, കൃഷും കൺമണിയും ഓഫീസിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന്. ദേവ്ജി വിളിച്ചിരുന്നു, മഹിപാലും അവനെ കുറെ നേരമായിട്ട് വിളിക്കുന്നുവെന്ന്. ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ്. സുജാതയ്ക്ക് അത് കേട്ട് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്ക് ആന്റിയമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി? ആന്റിയമ്മയോടും കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുന്നുണ്ട്. സാഗർ പിന്നെ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുജാത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സാഗർ എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സാഗർ പറയും, ദേവ്ജി വിളിച്ചപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അല്ല, ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ട, ഞാൻ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചെന്നേ ഉള്ളൂ. അത് പിന്നെ ബലരാമനെ കുറിച്ച് ദേവ്ജി പറഞ്ഞത്, അവനെ ഒരല്പം അകറ്റി നിർത്താൻ, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നത് വരെയെങ്കിലും, അങ്ങനെയാണ് ദേവ്ജി പറഞ്ഞത്. സുജാത ഇപ്പൊ ചോദിക്കുകയാണ്, എന്ന് വെച്ചാ കൃഷിനെയും കൺമണിയും കാണാതായതിന് പിന്നിൽ ബലരാമന് പങ്കിട്ടെന്നാണോ സാഗർ പറയുന്നത്? ഏയ്, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അവൻ നമ്മുടെ മോന, ഒരിക്കലും ആ രീതിയിലൊന്നും അവൻ പ്രവർത്തിക്കില്ല. എന്നാൽ സുജുവിന്റെ വാക്കുകളെ എതിർത്ത് സംസാരിക്കുകയാണ് നമ്മുടെ ആന്റിയമ്മ. ആന്റിയമ്മ പറയുന്നുണ്ട്, ബലരാമൻ സുജുവിന്റെ മകനാണെന്ന് ആ ലാലി പറഞ്ഞ ഒരുറപ്പല്ലേ ഉള്ളൂ. കൃഷി ബലരാമനോട് അത്ര അനുകൂലമല്ലെന്ന് ബലരാമൻ ഏതായാലും മനസ്സിലായിട്ടുകൊണ്ട് അതിന്റെ ഒരു ചൊരുക്ക് ബലരാമന്റെ ഉള്ളിൽ വീണിട്ടുണ്ടാവും. സുജാതയ്ക്ക് ആന്റിയമ്മയുടെ വാക്കുകൾ കേട്ട് ദേഷ്യമാവുന്നുണ്ട്. കാരണം ബലരാമനെ അത്രമേൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സുജാത. ഇപ്പോ ചുമ്മാ പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ പേടിപ്പിക്കില്ലേ എന്ന് സുജാത ആന്റിയമ്മയോട് പറയുമ്പോൾ, ചില കാര്യങ്ങള് പേടിക്കുക തന്നെ വേണം. ആ ബലരാമൻ ആദ്യ ദിവസം നിങ്ങളെ ഈ വീട്ടിൽ വന്ന് കണ്ടപ്പോ തന്നെ അച്ഛ, അമ്മ എന്നൊക്കെ വിളിച്ച് നിങ്ങളെ വീഴ്ത്തി കളഞ്ഞില്ലേ? ഇന്ന് നടത്തിയതുപോലെ കാലെ തൊട്ട് തൊഴലും കണ്ണിൽ കൈവയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവനെയും അവൻ നിങ്ങളെയും ദത്തെടുത്തതുപോലെയായിരുന്നു. എന്നിട്ട് അവസാനം എന്തായി? ആ ചിരിയും കളിയും പഞ്ചാര വർത്താനവും ഒക്കെ ഒരു മുഖംമൂടി അല്ലായിരുന്നോ? എന്തൊക്കെ ദുഷ്ടതരങ്ങളാ പിന്നീട് അവൻ കാണിച്ചു കൂട്ടിയത്. ജീവൻ എടുക്കാൻ നോക്കിയില്ലേ? കമ്പനി തകർക്കാൻ നോക്കിയില്ലേ? മോനൂട്ടിനെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ആക്രമിക്കാൻ ആളെ വിട്ടില്ലേ? കൺമണിയുടെ ഡിസൈൻ ഉപയോഗിച്ച് പ്രോജക്റ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചില്ലേ? അതുകൊണ്ടേ അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാ ഈ ദുഷ്ടത. ഇപ്പൊ ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റത്തിനും അവൻ അവസരം നോക്കിയിരുന്നത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, സംശയിക്കേണ്ട അനിയൻകുട്ട, അവൻ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്. അത്രയും കേൾക്കുമ്പോഴത്തേക്കും സുജാതയ്ക്ക് ആകെ പേടിയാവുന്നു. അപ്പൊ ആന്റിയമ്മ പറഞ്ഞില്ലേ, ഇന്ന് വന്ന് കണ്ടപ്പോ അവന് മനസ്സിലായി അവന്റെ നീക്കങ്ങൾക്കുള്ള ഏറ്റവും വലിയ തടസ്സം മോനൂട്ടനാണെന്ന്. അതുകൊണ്ട് അനിയൻകുട്ട പെട്ടെന്ന് പോലീസിൽ അറിയിക്കും. ആന്റിയമ്മയുടെ വാക്കുകളെല്ലാം സാഗറിന്റെ മനസ്സിലും സ്പർശിക്കുന്നുണ്ട്. എന്നാൽ സുജാത പറയും, പൂർണ്ണമായിട്ടൊരു ഉറപ്പ് വരുന്നത് വരെ നമ്മൾ അതിനൊന്നും ശ്രമിക്കണ്ട, പോലീസിനെ ഒന്നും വിളിക്കണ്ട എന്ന്. ആദ്യം ബലരാമനെ തന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി, എന്നിട്ട് മതി അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. പക്ഷെ ആന്റിയമ്മ അതിന് സമ്മതിക്കുന്നില്ല. ആന്റിയമ്മ പറയുന്നുണ്ട്, ഇതിനൊക്കെ ഇനി എന്താ ആലോചിക്കാനാ?
ഇപ്പൊ കൃഷ്ണനെയും കൺമണിയും കാണാതായതിന് പിന്നിലെ ബലരാമന്റെ കൈകളുണ്ട് എന്ന് തന്നെ അവരെ ഉറപ്പിച്ചു പറയുമ്പോൾ സാഗറും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. സാഗർ പിന്നെ ഉടനെ തന്നെ ഫോൺ എടുത്ത് ഭാഗ്യശ്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബലരാമനെ വിളിക്കുകയാണ്. ബലരാമൻ കോൾ എടുത്തിട്ട് അച്ഛാന്നിങ്ങനെ വിളിക്കുമ്പോൾ ബലരാമനോട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് സാഗർ. ഞാൻ വീട്ടിലാണെന്ന് ബലരാമൻ പറയുന്നത് കേട്ടിട്ട് കൃഷ്ണൻ കൺമണി അടുത്തുണ്ടോ എന്ന് സാഗറിന്റെ ചോദ്യത്തില് ഇല്ലെന്നും അവരെവിടെയാണെന്നും ബലരാമൻ തിരിച്ചു ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, അവരെവിടെ? ബലരാമനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ സാഗർ പറയുന്നുണ്ട് അവരെ കാണുന്നില്ല, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫും. ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ന് ബലരാമൻ വന്ന അതേ ദിവസം അവരെ കാണാതായിരിക്കുക. ഇതറിയുന്നതും ബലരാമനും ആകെ വല്ലാതാവുന്നുണ്ട്. ബലരാമ, ഞാൻ ഒരുപാട് സംശയങ്ങളില്ല, അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു വ്യക്തത കിട്ടുന്നില്ല. അവരെ എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. എനിക്ക് എന്റെ മോനെയും കൺമണിയും എന്റെ കൺമുന്നിൽ കിട്ടണം, എത്രയും പെട്ടെന്ന് കിട്ടണം. സാഗറിന്റെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കേണ്ടത് ബലരാമന്റെ കൂടെ ആവശ്യമായതുകൊണ്ട് തന്നെ ബലരാമൻ അപ്പൊ പറയുന്നുണ്ട്, കിട്ടിയിരിക്കും അച്ഛാ. കൃഷ്ണൻ കൺമണിയും എവിടെയാണെങ്കിലും ശരി, ഏതാപത്തിലാണെങ്കിലും ശരി, അവരെ ഞാൻ അച്ഛന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. സാഗർ അത് കേൾക്കുന്നതും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് ബലരാമനോട് എന്താ കാര്യമൊന്ന്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇത്രയും പെട്ടെന്ന് നീ നിന്റെ ടീമിനോട് പറഞ്ഞ് കൃഷ്ണനെയും കൺമണിയും ട്രാക്ക് ചെയ്യ്, അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്യ്. ഞാനൊരു വാക്ക് പാലിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞ് ചെയ്യാൻ തന്നെ പറഞ്ഞ് ബലരാമൻ വാശിയോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ വരുണിനെയും കൊണ്ട് ഗുണ്ട ടൗണിൽ എത്തിയിരിക്കുകയാണ്. വരുണിനോട് എത്രയും പെട്ടെന്ന് കാശ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ATM-ലേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് കേട്ടോ വരുണിന് തന്റെ പേഴ്സ് കാണുന്നില്ലെന്നുള്ള സത്യം മനസ്സിലാകുന്നത്. പേഴ്സ് ഇങ്ങനെ പോക്കറ്റിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ട വിചാരിക്കുന്നത് ഇതെല്ലാം വരുണിന്റെ നമ്പർ ആണെന്നാണ്. മര്യാദയ്ക്ക് പൈസ എടുക്കാൻ തന്നെ അയാൾ ആവശ്യപ്പെടുന്നു. പോക്കറ്റിൽ പേഴ്സ് കാണാത്തത് കൊണ്ട് തന്നെ വരുൺ പിന്നീട് കാറിലെല്ലാം ചെന്ന് പരിശോധിക്കുന്നുണ്ട് പേഴ്സ് ഉണ്ടോന്ന്. പക്ഷെ എവിടെ തപ്പിയിട്ടും കിട്ടുന്നില്ല. എന്നിട്ട് ഗുണ്ടയോട് ചെന്ന് സത്യമായിട്ട് പറയുന്നുണ്ട് കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. എന്തായാലും അത് കേട്ടിട്ട് ഗുണ്ടയാണെങ്കിൽ പിന്നീട് വരുണിനോട് ഫോണിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. വരുൺ ഫോൺ എടുത്ത് അത് സെൻഡ് ചെയ്യാൻ നോക്കുന്നതും ഇവിടെ റേഞ്ചും ഇല്ലെന്ന് അറിയുകയാണ്. ഗുണ്ടയാണെങ്കിൽ ഇതെല്ലാം വരുൺ പറ്റിക്കുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം ഫോൺ എടുത്ത് സുനിയെ വിളിച്ചിട്ട് ഇവന്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഇവൻ നമ്പർ ഇറക്കുക, ഇവിടെ വന്നപ്പോൾ അവന്റെ പേഴ്സ് കാണാനില്ലെന്ന്, ഓൺലൈൻ ചെയ്യാൻ പറഞ്ഞപ്പോഴേ റേഞ്ച് ഇല്ലെന്ന്, അവൻ ആളൊരു സൈക്കോയ, ദൈവത്തിനെയും ഭൂമിയൊക്കെ പിടിച്ച് ആണയിടുന്നുണ്ട്, പക്ഷെ എന്തോ വശപ്പിച്ചിട്ടുണ്ട്. ഇത്രയും അറിയുന്നതും സുനിക്ക് തോന്നുകയാണ് ഇനിയിപ്പോ വരുൺ തന്നെ പോലീസുമായി ചേർന്ന് ട്രാപ്പിലാക്കാൻ നോക്കിയതായിരിക്കുമെന്ന്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, അവനെ തന്ത്രപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുപോവാ. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് ഈ ഗുണ്ട. അങ്ങനെ വരുണിന്റെ അടുത്ത് ചെന്നിട്ട് അതെ, പണം എടുക്കുന്നത് വീട്ടിൽ ചെന്നിട്ട് മതി, ഇപ്പൊ നമ്മളോട് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. വരുണിന് സന്തോഷമാവുന്നുണ്ട്. ഓ, ഇത്രയും തങ്കപ്പെട്ട ആളായിരുന്നു സുനിച്ചേട്ടൻ, നല്ല തങ്കപ്പെട്ട ഗുണ്ട. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സുനിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വരുൺ വീണ്ടും സുനിയുടെ അടുത്തേക്ക് തന്നെ പോകാൻ തുടങ്ങുകയാണ്. സുനിയാണെങ്കിൽ മറ്റു ഗുണ്ടകളോട് ആലോചിച്ച് വരുണിനിട്ട് എന്തോ ഒരു പണി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. കൃഷ് ആണെങ്കിൽ വീണ് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് വരുണിനെ കുറിച്ച് വീണ്ടും കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ചേട്ടാ, അവനൊരു സൈക്കോയ, നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയാ പോരെ, അവൻ തരുന്നതിന്റെ ഇരട്ടി ക്യാഷ് ഞാൻ തരാം. എന്നാൽ വരുൺ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്നുള്ള നിലപാടിലാണ് സുനി നിൽക്കുന്നത്. വിശ്വേട്ടനാണെങ്കിലും കൺമണിയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുനിക്ക്. ലോകം അറിയുന്ന ഒരു കലാകാരിയാണ് ഈ നിൽക്കുന്ന കുട്ടി, അങ്ങനെയുള്ള ഒരാളെ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കരുത്. കൃഷ് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില, ആ വരുണിനെ കൺമണിക്ക് വേണ്ട. നിങ്ങൾ തന്നെ പറ, മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ എങ്ങനെയാ ഒരു പെണ്ണിന് സാധിക്കുക? നിങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങൾ കാണില്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനോടൊപ്പം കൺമണിയും പറയുന്നുണ്ട് സാറിന്റെ താലി എന്റെ കഴുത്തിലുണ്ട്, എന്നിട്ടാണ് ആ വരുൺ എന്നെ ആഗ്രഹിച്ച് പുറകെ നടക്കുന്നത്. സുനിയാണെങ്കിൽ അപ്പോഴും വരുൺ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം, കൊട്ടേഷൻ ഏറ്റാൽ ഏറ്റത് തന്നെയാണ് എന്നൊക്കെയാണ് കൃഷ്ണനോടും കൺമണിയോടുമായിട്ട് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്ന ബലരാമൻ നമ്മുടെ സാഗറിന്റെ വീട്ടിലെത്തുകയാണ്. അച്ഛ അമ്മയെന്നൊക്കെ വിളിച്ച് അകത്തേക്ക് കയറുന്നതും ആന്റിയമ്മ വേഗം ചെന്നിട്ട് ബലരാമന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് എടാ, എന്റെ മോനൂട്ടൻ എവിടെടാ, അവനെ നീ എന്താ ചെയ്തേ, ചോദിച്ചതിന് ഉത്തരം പറയടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കാണിക്കുമ്പോൾ സാഗർ വേഗം ചെന്നിട്ട് ആന്റിയമ്മയെ പിടിച്ച് മാറ്റുന്നുണ്ട്. ആന്റിയമ്മ അടങ്ങുന്നില്ല, ഞാൻ വിടാം, പക്ഷേ ഇവനെ നീ വിട്ടുകളയരുത് അനിയൻകുട്ട. ദേ അനിയൻകുട്ട, നീ പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ, ചോദിക്കേണ്ട രീതിയിൽ അവര് ചോദിക്കട്ടെ എന്നൊക്കെ കൽപ്പിക്കുന്നുണ്ട്. സാഗർ ആണെങ്കിൽ അപ്പൊ ദേഷ്യത്തോടെ തന്നെ ബലരാമനോട് ചോദിക്കുകയാണ് കൃഷ്ണനെയും കൺമണിയും ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എവിടെ? ബലരാമനാകെ നിസ്സഹായനായിക്കൊണ്ട് പറയാണ് കൃഷ്ണനെയും കൺമണിയും കണ്ടുപിടിക്കാൻ എനിക്ക് അച്ഛന്റെ സഹായം കൂടെ വേണം, അതിനായിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ ബലരാമന്റെ വാക്കുകളൊന്നും സാഗറും സുജാതയും വിശ്വസിക്കുന്നില്ല. സുജാതയൊക്കെ ആണെങ്കിൽ ചോദിച്ചു പോവുകയാണ് നീ അവരെ വല്ല അപകടത്തിലും പെടുത്തിയോന്ന്.
ബലരാമനപ്പോൾ സങ്കടത്തോടെ വന്നിട്ട് സുജാതയോട് പറയാ, അമ്മേ, അച്ഛനും അമ്മയും ആരാന്ന് അറിയാത്തവർക്കേ അമ്മയുടെ അച്ഛൻ്റെയും വില കൂടുതൽ മനസ്സിലാകൂ. എന്നെ സംബന്ധിച്ച് എന്റെ ദൈവങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനോ ചാവാനോ എനിക്ക് മടിയില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും കണ്ണ് നിറഞ്ഞാൽ ഞാൻ കണ്ടു നിൽക്കുകയില്ല. അമ്മയും അച്ഛനും എന്നെ സംശയിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല, വിഷമവുമില്ല. എന്റെ ചരിത്രം അങ്ങനെയാണല്ലോ. പക്ഷെ അമ്മേ, 10 മാസം എന്നെ ചുമന്ന് നടന്ന എന്റെ അമ്മയെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുക, കൃഷ്ണനെയും കൺമണിയും കാണാതായതിന് പിന്നിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. സുജാതയുടെ തലയിൽ തൊട്ട് വരെ സത്യം ചെയ്യുന്നുണ്ട് ബലരാമൻ ഇതും പറഞ്ഞിട്ട്. അതോടൊപ്പം എല്ലാവർക്കും ഒരു ഉറപ്പും കൊടുക്കുന്നുണ്ട്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ ഇവിടെ എത്തിച്ചിരിക്കും എന്ന്. തുടർന്ന് സാഗറയോട് ചെന്ന്, അച്ഛാ, കൃഷിന്റെ കാറ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലേ? ആ ചോദ്യം കേട്ട ഉടനെ തന്നെ സാഗർ ഫോൺ എടുക്കുന്നുണ്ട്. ശേഷം കൃഷിന്റെ വാഹനം എവിടെയാണെന്ന് ഫോണിലൂടെ കണ്ടെത്താൻ തുടങ്ങുകയാണ് അവർ. കാറിന്റെ ലൊക്കേഷൻ കിട്ടുന്നതും ബലരാമന് കാണിച്ചു കൊടുക്കുകയാണ് സാഗർ. വാഹനം മംഗളവനം ഭാഗത്താണ് ഇപ്പോൾ ഉള്ളതെന്ന് ബലരാമൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബലരാമൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് അവിടെ നിന്ന്. അപ്പോഴേക്ക് ആന്റിയമ്മ അവരെന്തിനായിരിക്കും അങ്ങോട്ടൊക്കെ പോയത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്തായാലും പിക്നിക് സ്പോട്ടൊന്നുമല്ല, സാധാരണ രീതിയിൽ ആരും അങ്ങോട്ട് പോകാറുമില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബലരാമൻ. ഇതിനോടകം തന്നെ സുജാത നിയന്ത്രണം വിട്ട് കരഞ്ഞു പോവുകയാണ്. എന്റെ മോനെന്ന് പറഞ്ഞിട്ട് ബലരാമൻ സുജാതയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാതെ, അമ്മയുടെ മൂത്ത മകനാണ് പറയുന്നത്. എന്റെ അനിയനെയും കൺമണിയും ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ആ ഒരു ഉറപ്പ് കൊടുത്തിട്ട് ഒട്ടും സമയം കളയാതെ തന്നെ ബലരാമൻ വെച്ച് പിടിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ വരുൺ തിരിച്ച് കാട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. സുനിയുടെ അടുത്ത് നിന്ന് വലിയ ഗമയിൽ സംസാരിക്കുകയാണ്. അപ്പൊ തനിക്കിപ്പോ എന്നെ വിശ്വാസമായല്ലേ? ഗുഡ്. കണ്ടോടാ കൃഷേ, ആണുങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ്. ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുനി വേഗം ഗുണ്ടകളോട് ആജ്ഞാപിക്കുന്നത് ഇവനെ വേഗം പിടിച്ച് കെട്ടാൻ. വരുൺ അന്തം വിടുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട്. ഗുണ്ടകളെല്ലാവരും ചേർന്ന് വരുണിനെ മരത്തിൽ കെട്ടിയിടാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ അവരോടൊക്കെ പറയുന്നുണ്ട്, ഇതെന്താണോ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ മുതലാളിയല്ലേ? തൊഴിലാളികളെ മുതലാളിക്ക് വേണ്ടി നിൽക്കണം. എന്നെ പിടിച്ച് കെട്ടാതെ എന്നെ കെട്ടയച്ചു വിടൂ എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട് വരുൺ. വരുണിനോട് അടങ്ങി നിൽക്കാൻ തന്നെ പറഞ്ഞ് വരട്ടുന്നുണ്ട് ഗുണ്ടകള്. അതേസമയം കൃഷി വരുണിനോട് വിളിച്ചു പറയാ, വരുണിനോട് ലേലുവല്ലോ എന്ന് വിളിച്ച് കരയാൻ. വരുണ് ദേഷ്യം വരുന്നു, പോടാന്നൊക്കെ തിരിച്ചു വിളിക്കുന്നുണ്ട് കൃഷിനെ. സൂനിയാണെങ്കിലും വരുണിന്റെ മുമ്പില് തന്റെ തനിനിറം പുറത്തെടുക്കുകയാണ്. വരുണിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച്, നീ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലേടാ. വരുൺ സുനിയോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചൊന്നുമല്ല, എന്റെ പേഴ്സ് കാണാതെ പോയി. ഞാൻ വലിയ സത്യസന്ധനാ, പിന്നെ ഞാൻ വലിയ പണക്കാരനുമാ. കൃഷാണെങ്കിൽ വരുൺ പറയുന്നതൊന്നും സുനി വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ലോക ഉടായിപ്പാണ്, പെരുങ്കള്ളനാണ് എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. സുനിക്കും അങ്ങനെ മനസ്സിലാവുകയാണ് വരുൺ തന്നെ പറ്റിച്ചതാണെന്ന്. പക്ഷെ വരുണിനെ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. പൈസ മേടിച്ചിട്ടേ വെറുതെ വിടൂ എന്നുള്ള രീതിയിൽ വരുണിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വരുണിന്റെ അച്ഛനെ വരെ വിളിക്കുന്നുണ്ട്. വരുൺ കരഞ്ഞു പറയുന്നുണ്ട് സുനിയോട്, വേണ്ട പ്ലീസ്, എന്റെ അച്ഛൻ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല, അതെനിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ നമ്പർ പറഞ്ഞു തരില്ല. എന്നാൽ ഗുണ്ടസുനിയുടെ കത്തികാറ്റുള്ള ഭീഷണിയെ തുടർന്ന് വരുൺ പിന്നെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം വരുണിന്റെ അച്ഛനെ വിളിച്ച് ഗുണ്ടസുനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങളുടെ മോനെ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഞങ്ങള് ഗുണ്ടകളാ. ഇതറിയുന്നതും വരുണിന്റെ അച്ഛനും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കൃഷിന്റെ കൊട്ടേഷനാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നിങ്ങളുടെ മോന്റെ തന്നെ കൊട്ടേഷന്. പക്ഷെ ഇവൻ പറഞ്ഞ ക്യാഷ് തന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ക്യാഷുമായിട്ട് എത്തണം, ഇല്ലെങ്കിലേ ഇവന്റെ അവസാനം ഈ കാട്ടില്. വരുണിന്റെ അച്ഛനാണെങ്കിൽ, അയ്യോ, അവനെ ഒന്നും ചെയ്യരുത്, അവനൊരു സൈക്കോയാ, ക്യാഷ് ഞാൻ എത്തിക്കാന്ന് തന്നെ വാക്ക് കൊടുക്കുന്നുണ്ട്. സുനിയാണെങ്കിൽ അവർ നിൽക്കുന്ന ലൊക്കേഷൻ, അതായത് മംഗളവനം ഭാഗത്താണ് നിൽക്കുന്നതെന്നും വരുണിന്റെ അച്ഛനെ അറിയിക്കുന്നു. കൃഷ്ണൻ കൺമണിയും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പാണല്ലോ. അവർക്കും മനസ്സിലാവുകയാണ് അവരിപ്പോൾ മംഗളവനം ഭാഗത്താണുള്ളതെന്ന്. അങ്ങനെ വരുണിനെ ഉപദ്രവിക്കരുതെന്നും ഞാൻ എത്രയും പെട്ടെന്ന് പണവുമായി എത്താമെന്ന് ഉറപ്പ് കൊടുത്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് വരുണിന്റെ അച്ഛൻ. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ജോലി പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുമെന്ന് വരുണിനെ അറിയിക്കുന്നുമുണ്ട് ഗുണ്ടസുനി. എന്നാലും അച്ഛനോട് പറയണ്ടായിരുന്നു, അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് സുനിയോട് കലഹിക്കുന്നുണ്ട് വരുൺ. വരുണിനോട് വായടച്ചു വെക്കാൻ തന്നെ പറയുകയാണ് സുനി. അപ്പോൾ അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വിശ്വേട്ടന് അയാളെ കെട്ടിയിട്ടിരിക്കുന്ന കയറൊക്കെ സ്വയം ഒന്ന് ചെറുതായിട്ട് അയക്കാൻ പറ്റുന്നുണ്ട്. അവസാനം കെട്ടിയിട്ടിരിക്കുന്നതിൽ നിന്നും എസ്കേപ്പ് ആവാനും പറ്റി. കൃഷ്ണനും കൺമണിക്കും അത് കണ്ട് സന്തോഷമാവുന്നു. വിശ്വേട്ടൻ സ്വതന്ത്രനായതും വേഗം തന്നെ കൺമണിയും കൃഷ്ണനെയും അവരുടെ കെട്ടിയിട്ടിരിക്കുന്ന കയറെല്ലാം അഴിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഈ കാഴ്ച നമ്മുടെ വരുൺ കാണുന്നുണ്ടായിരുന്നു. സുനിയെ അറിയിക്കുന്നുണ്ട് ദേ അവർ രക്ഷപ്പെടാൻ നോക്കുന്നുവെന്ന്. സുനി ഓടിച്ചെന്ന് അതിനെ തടയുന്നുണ്ടെങ്കിലും കൃഷ് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുകയാണ് സുനിക്ക്. സുനി പിന്നെ ഒന്നും നോക്കിയില്ല, കൺമണിയെ തന്റെ തോക്കിൻമുനയിൽ നിർത്തുകയാണ്. എന്നാൽ അത് കാണുന്നതും കൃഷ്ണന് സഹിക്കാൻ പറ്റുന്നില്ല. കൺമണിയൊന്നും ചെയ്യരുതെന്ന് കെഞ്ചുന്നുണ്ട് സുനിയോട്. ഇവിടെ മാനസയും സുമിത്രയാണെങ്കിലും സന്തോഷത്തിലാണ്. മാനസ സുമിത്രയോടായിട്ട് പറയാ, അങ്ങനെ ബലരാമ ചരിതം മംഗളം ശുഭം, കരച്ചിൽ, ചിരി, സംഘർഷം, സന്തോഷം, പിരിമുറുക്കം, നാടകീയത, അങ്ങനെ വിവിധ വികാരങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു ആ വീട്ടിൽ നടന്നത്. കൃപ മയപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ കൃഷി ഇടഞ്ഞു തന്നെ നിൽക്കുക. സുജാതാന്റിയും ഒരു 50-50 ലൈനില്ല. എന്തായാലും ബലരാമനെ മൂത്ത മകനായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി മൂത്ത മകന്റെ ഭാര്യയായി
എന്നെയും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. ഇതറിയുന്ന സുമിത്രയാണെങ്കിൽ നിന്നെ അവരുടെ മരുമകളായിട്ട് നീയല്ല അംഗീകരിപ്പിക്കേണ്ടത്, അവിടുത്തെ ആന്റിയമ്മയും സുജാതയൊക്കെ കൂടെ നിന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടണം, നീ ബലരാമന്റെ ഭാര്യയാകണമെന്ന്. അതിനുള്ള പ്ലോട്ട് കൃത്യമായി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി. ഭാവിയിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയെന്നുള്ള സംശയവും വരാൻ പാടില്ല. അതുകൊണ്ട് അകന്ന് നിൽക്കും പോലെ തന്നെ ഒരു തോന്നലുണ്ടാകണം. എന്നാൽ അടുത്ത് തന്നെ ഉണ്ടാവുകയും വേണം. സുമിത്രയുടെ ഈ ഐഡിയകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് മാനസയ്ക്കും.